സംഘപരിവാർ സംഘടനയുടെ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള വിസിമാർ പങ്കെടുത്തത് വിവാദത്തിലേക്ക്. വിദ്യാഭ്യാസ നയം കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സമ്മേളനമെന്ന വിമർശനം നേരത്തെ CPM ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. RSS മേധാവി പങ്കെടുത്ത സദസ്സിൽ താൻ ഉണ്ടായിരുന്നില്ല എന്ന വിശദീകരണവുമായി കുഫോസ് VC രംഗത്തെത്തി. 2 ദിവസമായി കൊച്ചിയിൽ നടന്നുവരുന്ന ജ്ഞാനസഭ വിദ്യാഭ്യാസ സമ്മേളനം ഇന്ന് അവസാനിക്കും. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ലിഡിയ, വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് CPM അടക്കം ആരോപിക്കുമ്പോഴാണ് ഈ ജ്ഞാനസഭയിൽ വിസിമാരൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വിസിമാർ ഇതിൽ പങ്കെടുത്തു? കുഫോസ് VC ഇതിൽ നൽകുന്ന വിശദീകരണം എന്താണ് ലിഡിയ? സംഘപരിവാർ സംഘടനയായ ശിക്ഷാ സംസ്കൃതി വിദ്യാന്യാസിന്റെ ജ്ഞാനസഭ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിലാണ് 4 വിസിമാർ പങ്കെടുത്തത് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. കേരള, കണ്ണൂർ, ഒപ്പം കാലിക്കറ്റ് സർവകലാശാല VCയും ഒപ്പം കുഫോസ് VCയുമാണ് ഇത്തരത്തിൽ ഇന്നലെ നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുത്തത്. വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇത് വഴിവെച്ചിട്ടുണ്ട്. 5 വിസിമാർ പങ്കെടുക്കുമെന്ന് ഔദ്യോഗികമായി സംഘടന അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇന്നലത്തെ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ 4 വിസിമാരാണ് പങ്കെടുത്തത്. കേരള, കണ്ണൂർ, ഒപ്പം കാലിക്കറ്റ് സർവകലാശാല വിസിമാർ പങ്കെടുക്കുമെന്ന് സർക്കാരിനൊരു അറിയാമായിരുന്നെങ്കിലും മുൻപ് തന്നെ അറിയാമായിരുന്നെങ്കിലും കുഫോസ് VC പങ്കെടുത്തത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒപ്പം സർവകലാശാലകളെയൊക്കെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആണ് ഇത്തരത്തിലുള്ളൊരു നടപടി എന്ന വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ കാവ്യവൽക്കരണത്തിനുള്ള ശ്രമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു RSS സംഘടനയുടെ ഒരു വിദ്യാഭ്യാസ സമ്മേളന പരിപാടിയിൽ ഇങ്ങനെ വിസിമാർ പങ്കെടുക്കുന്നത്. ഇന്നലെ മന്ത്രി ആർ ബിന്ദു തന്നെ പ്രതികരിച്ചത് വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. കോൺഗ്രസ് ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. ഈ വിസിമാർ പങ്കെടുത്തത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളും ഒപ്പം സർക്കാരും ഒക്കെ ഉള്ളത്. അത്തരത്തിൽ തന്നെയാണ് ഇന്നലെ. പക്ഷേ കുഫോസ് VC അതിൽ പറഞ്ഞ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് താൻ വിദ്യാഭ്യാസ സെമിനാറിലാണ് പങ്കെടുത്തത്, രാഷ്ട്രീയ ചിന്തൻ ബൈഠക്കിൽ താൻ പങ്കെടുത്തിട്ടില്ല, സമ്മേളനത്തിൽ താൻ പങ്കെടുത്തിട്ടില്ല. RSS സംഘപരിവാർ സംഘചാലക് മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നതടക്കമുള്ള വിശദീകരണങ്ങൾ, ന്യായീകരണങ്ങൾ ഇതിൽ നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ വലിയ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കുഫോസ് VCക്കെതിരെ വലിയ ചർച്ചകൾക്കൊക്കെ ഇത് വഴിവെച്ചിട്ടുണ്ട്. ഈ അധ്യാപക സംഘടനകളടക്കം ഇന്ന് പ്രതിഷേധ സദസ്സടക്കം സംഘടിപ്പിക്കാൻ ഇരിക്കുകയാണ്. ഇന്നാണ് സമ്മേളനം സമാപിക്കുക. 200ഓളം സർവകലാശാലയിലെ വിസിമാർ ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് ഏതെങ്കിലും വിസിമാർ പങ്കെടുക്കുമോ, കേരളത്തിലെ മറ്റ് വിസിമാർ ആരെങ്കിലും പങ്കെടുക്കുമോ, ഏതൊക്കെ സർവകലാശാലയിലെ വിസിമാർ പങ്കെടുക്കുമോ എന്നതൊക്കെയാണ് നോക്കിക്കാണേണ്ടത്. മറ്റ് വിവരങ്ങൾ ഈ രാവിലെ 10:30-ക്കായിരിക്കും ഏതൊക്കെ സർവകലാശാലയിലെ വിസിമാർ പങ്കെടുക്കുമെന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള അറിവുണ്ടാവുക. മറ്റ് പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒപ്പം അധ്യാപക സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നുമുണ്ട്.